അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ സ്ഥലവും മുഴുവൻ സ്ഥലങ്ങളിലും കാബാലയം നമ്മുടെ ഇടതുവശത്തായിരിക്കേണ്ടതുണ്ട്. അതായത് കാബ ഷരീഫിന്റെ അഭിമുഖമായി നമുക്ക് വിട്ടുകടക്കാവുന്ന ഏക മേഖല ഹജറുൽ അസ്വദിന്റെ ആ കുറഞ്ഞ സ്ഥലം മാത്രമാണ്. 2-3 അടി സ്ഥലം. ഈ ഹജറുൽ അസ്വദിൽ നിന്ന് നമ്മൾ തവാഫ് തുടങ്ങുമ്പോൾ ആ ഒരു സ്ഥലം മാത്രമാണ് നമുക്ക് കാബാലയത്തിൽ നിന്നും അങ്ങോട്ട് അഭിമുഖമായി നിൽക്കാവുന്ന സ്ഥലം. അഭിമുഖമായി നിന്നുകൊണ്ട് 2 കൈയും ഉയർത്തി ബിസ്മില്ലാഹി വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തവാഫ് തുടങ്ങും. ആ സമയത്ത് ഈ നിയ്യത്തോടു കൂടി തുടങ്ങുക. എന്നിട്ട് ഹജറുൽ അസ്വദിൽ നിന്ന് വിട്ടുകിടന്ന ഉടനെ നമ്മൾ തിരിയുക. കാബ ഷരീഫ് നമ്മുടെ ഇടതുവശത്താക്കിക്കൊണ്ട് ചുറ്റൽ തുടങ്ങുക. അല്ലാഹുമ്മ ഈമാനൻ ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ തവാഫ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ നമുക്ക് കണ്ടെത്തുന്നത് കാബ ഷരീഫിന്റെ വ്യത്യസ്ത മേഖലകൾ. 15 സ്ഥലങ്ങളിൽ ഇജാബത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മുൽത്തസം. കാബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുൽത്തസമിൽ പിടിച്ച് പ്രാർത്ഥിക്കുക, കെട്ടിപ്പിടിക്കുന്ന സ്ഥലം. കാബ ഷരീഫിന്റെ മുൽത്തസം എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു ഭാഗത്തൊക്കെ ഇരുന്നു കൊണ്ട് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെവിടെയാ? വെറും 2 മീറ്റർ ഗ്യാപ്പുള്ളത്. അതായത് ഈ ഹജറുൽ അസ്വദ് മുതൽ കാബയുടെ വാതിൽ വരെ, കാബയുടെ വാതിൽ മുതൽ ഹജറുൽ അസ്വദിന്റെ ഇടയിലുള്ള സ്ഥലത്തിനാണ് മുൽത്തസം എന്ന് പറയപ്പെടുന്നത്. അവിടെ ആളുകൾ ഇങ്ങനെ ഇരുന്ന് ദുആ ചെയ്യുന്നതിൽ വളരെ നിരതരായിരിക്കുന്നത് നമ്മൾ കാണും. നമ്മൾ ശ്രദ്ധിക്കുക. ആ പറയുന്ന അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥിക്കുന്നവരൊക്കെയും മുമ്പൊരിക്കൽ തവാഫ് ചെയ്ത് പൂർത്തിയായ ആളുകളാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ല, നമ്മളെ പോലെ തവാഫ് ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് അങ്ങോട്ട് തിരിയരുത്. നമ്മുടെ ശ്രദ്ധ തവാഫിലായിരിക്കണം. നമ്മള് കാബ ഷരീഫിനെ പൂർണ്ണമായും ഇടതുവശത്താക്കിക്കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും അതിവിടെ നിന്നിങ്ങോട്ട് വിട്ട് മുൽത്തസിമിലെത്തും. ഹജറുൽ അസ്വദിന്റെയും മുൽത്തസിമിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെല്ലേണ്ട പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേ പോവുക. ദിക്റുകളും ദുആകളും ഒക്കെ. അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വഹാദാ മഖാമുൽ ആഇദി ബിക മിനൻ നാർ. പടച്ചവനെ, ഈ ഹറം നിന്റേതാണ്, നിന്റെ ഹറമാണ്, നീ പവിത്രമാക്കിയതാണ്. ഈ ഭവനം നിന്റെ ഭവനമാണ്, നിന്റെ നിർഭയമാണ് നിർഭയം. വഹാദാ മഖാമുൽ ആഇദി ബിക മിനൻ നാർ. ഈ കാണപ്പെടുന്ന മുൽത്തസം എന്ന് പറയുന്ന ഈ സ്ഥലം, ഇത് നരകത്തിൽ നിന്നും നിന്നോട് അഭയം ചോദിക്കാൻ വേണ്ടി ആളുകൾ അള്ളിപ്പിടിച്ച് അഭയം തേടുന്ന മക്കാം സ്ഥാനമാണ് പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് അങ്ങനെ പോവുക. ഇടക്കിടക്ക് കാബ ഷരീഫിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനും പാടില്ല. അങ്ങനൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടതുവശത്താക്കി തന്നെ തവാഫ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചെറിയ കുട്ടി, 4-5 വയസ്സായ കുട്ടിയും കൊണ്ട് തവാഫ് ചെയ്യുന്ന സമയത്ത് അവൻ അങ്ങോട്ട് നോക്കാൻ പേടിച്ചിരുന്ന അവസാനം നിങ്ങൾ നോക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നോക്കുകയൊക്കെ ചെയ്യാൻ നോക്കുന്നത് നല്ലതുമാണ്. കാബ ഷരീഫിനെ നോക്കുന്നതിന് മാത്രം 20 പ്രതിഫലം ഉണ്ടെന്നാണ്. അതായത് കാബാലയത്തിൽ ഇറങ്ങുന്ന ഈ 120ഓളം നന്മകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നുണ്ട്. 60 നന്മകൾ അവിടെ നമസ്കരിക്കുന്ന ആളുകൾ, അല്ല തവാഫ് ചെയ്യുന്ന ആളുകൾക്കാണ്. ഏറ്റവും മുൻഗണന തവാഫിനാണ്, പ്രയോറിറ്റി. നമ്മൾ ചോദിക്കാറുണ്ട്, ഈ ശിഷ്ട സമയം ഉണ്ടെങ്കിൽ എന്ത് അമൽ ചെയ്യണം? കൂടുതൽ നിസ്കരിക്കലാണോ നല്ലത്, തവാഫിന് മുൻഗണന കൊടുക്കലാണോ നല്ലത്? ഏറ്റവും മുൻഗണന തവാഫിനാണ്. കാരണം 60 നന്മ തവാഫ് ചെയ്യുന്ന തായിഫീങ്ങൾക്കാണ്. 40 നന്മ അവിടെ നിസ്കരിച്ചും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ്. 20 നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത് കാബാല ഷരീഫിന്റെ ചുവരുകൾ ഇങ്ങനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കി നിൽക്കുന്ന ആളുകൾക്കാണ്. ആ ചുമരുകളും ആ ഭിത്തികളും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമുള്ള സംഗതിയാണ്. നമ്മൾ ചിന്തിക്കും, നല്ല താഴെയുള്ള എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്ത് പോയിരുന്ന സ്വസ്ഥമായിരിക്കുക, ആളുകളിൽ നിന്നൊക്കെ തെക്കും തിരക്കൊക്കെ കുറഞ്ഞു മാറിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്തിടാൻ പോയിട്ട് കാബ ഷരീഫിന് ഒരു നോട്ടം പോലും കാണാത്തടത്ത് പോയിരിക്കരുത് നിസ്കരിക്കാനൊക്കെ. പരമാവധി കാബ ഷരീഫ് നമ്മുടെ ദൃഷ്ടിയിൽ പതിയുന്ന സ്ഥലം അവിടെ തന്നെ പോയി നിൽക്കുക. വലിയ പുണ്യമുള്ള സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വിജുഹത്ത്, അഭിമുഖീകരണം എന്ന് പറയുന്നത്, തിരിയുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ നെഞ്ചുകൊണ്ടുള്ള തിരിച്ചിലാണ്. നിസ്കാരത്തിലോ തന്നെയാണ്.
നമ്മൾ കിബിലയിലേക്ക് തിരിയാന്ന് പറഞ്ഞാല് ഒരാള് നിസ്കാരത്തിന് കിബില തെറ്റി എന്ന് അല്ലെങ്കിൽ കിബിലയിലേക്ക് നിന്നു എന്നൊക്കെ പറഞ്ഞാൽ നെഞ്ചുകൊണ്ടുള്ള കിബിലയാണ്. നെഞ്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചാൽ കിബില തെറ്റും. നേരെ വെച്ച് മുഖം കൊണ്ടൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിഞ്ഞു പോയാൽ നിസ്കാരം ബാത്തിലാവുന്നില്ല. എന്നതുപോലെ തന്നെയാണ് കാബ ഷരീഫിനെ ചുറ്റി പ്രദർശനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഖം കൊണ്ട് കാബേന്റെ പണിക്കൊക്കെ നോക്കാം, പക്ഷെ നെഞ്ചുകൊണ്ട് തിരിയാൻ പാടില്ല. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, ഇങ്ങനെ പോകുന്നതിനിടയിൽ തിക്കും തിരക്കൊക്കെ കാണും. തിക്കും തിരക്കുണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് വഴി മാറും. ഈ സഫ് നമ്മൾ കാബയിൽ നിന്നും നമ്മൾ 2 മീറ്റർ അകലത്തിലാണ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല തിരക്കവിടെ. അപ്പൊ നമുക്ക് തോന്നുകയാണ് ഒന്ന് ഇങ്ങോട്ട് അകലെ പോയാൽ അവിടെ ഒന്ന് ഫ്രീഡം കിട്ടും, ഒഴിവ് കിട്ടും, എന്നിട്ട് അവിടെ പോയിട്ട് തവാഫ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നടക്കും. നടക്കുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധമായി നടന്നു കളയാൻ പാടില്ല. അതായത് നമ്മൾ സാധാരണ നടക്കുന്ന കാര്യം ഒന്ന് പുറം തിരിഞ്ഞാൽ നടന്നാളുക, അല്ലെങ്കിൽ ഒന്ന് ചെരിഞ്ഞ് നടന്നാളുക. അപ്പോൾ ശ്രദ്ധിക്കണം. ഒരിക്കലും നമ്മൾ ദിശ ലൈൻ തെറ്റി മാറുമ്പോ കാബ ഷരീഫ് നമ്മുടെ ഇടതുവശത്താകുന്ന ആ ദിശയിൽ നിന്നും തെറ്റിപ്പോകരുത്. ആ രീതിയിൽ സ്റ്റെപ്പ് ഒക്കെ ചെയ്യാവൂ. നമ്മളൊന്ന് കാബയുടെ അടുത്ത് പോകണം അല്ലെങ്കിൽ അകലെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പാൽപമായി സ്റ്റെപ്പുകൾ ഇങ്ങനെ ഈ രീതിയിൽ വലത്തോട്ടോ ഇടത്തോട്ടോ തെറ്റിക്കൊണ്ട് നടക്കുക എന്നല്ലാതെ മറ്റൊരു രീതിയിലുള്ള തെറ്റി നടന്നാൽ നമ്മളുടെ ഈ ഇടതുവശത്ത് കാബ ഷരീഫിനെ ആക്കുക എന്നുള്ള ഒരു ഫർള്, ഒരു വാജിബ് അത് വിട്ടുപോകും. ഞാൻ പറഞ്ഞു, ഈ കാബ ഷരീഫിന്റെ തവാഫിന്റെ ഫർളുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, തവാഫിന്റെ വാജിബുകൾ. ആ വാജിബുകളിൽപ്പെട്ട മറ്റൊരു വാജിബ് ഇതാണ്, അവൻ കാബാലയത്തെ തവാഫ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ സന്ദർഭങ്ങളിലും കാബ അവന്റെ ഇടതുവശത്താകൽ അതിന്റെ ഒരു ഫർളാണ്, ഒരു വാജിബാണ്. തവാഫിന്റെ വാജിബിൽപ്പെട്ടൊരു വാജിബാണ് കാബ അവന്റെ ഇടതുവശത്തായിക്കൊണ്ട് തവാഫ് ചെയ്യണമെന്നുള്ളത്. വാജിബിൽപ്പെട്ടതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് നമ്മുടെ മുമ്പിൽ വരുന്നത് റുക്ന് ഇറാഖി അല്ലെങ്കിൽ റുക്ന് ഷമാലി എന്നൊക്കെ പറയുന്ന റുക്നാണ്. റുക്ന് ഷമാലി. ഈ റുക്ന് ഷമാലിക്കുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് കഴിഞ്ഞ ഉടനെ ഒരു 2-3 ആൾക്ക് കിടക്കാവുന്ന ഒരു ഗ്യാപ്പ് കാണാം, ഒരു ഡോറ് പോലെ കാബന്റെ ഭാഗത്ത്. എന്നിട്ട് ഒരു നല്ല ഹൈറ്റ് ഉയരമുള്ള ഒരു റാ പോലെയുള്ള ഒരു ചുമരും കാണും. അതിന്റെ ഉള്ളിൽ കയറി പലരും നിസ്കരിക്കുന്നുണ്ടാവും. അവിടെയും നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ റാ പോലെയുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മളെ കൈയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയൊന്നും ചെയ്യരുത്. അടുത്ത് പോകണ്ട, കുറച്ചകലെ തവാഫ് ചെയ്യല എപ്പോഴും നല്ലത്. എന്താ കാരണം? തവാഫിന്റെ മറ്റൊരു വാജിബാണ് അൻ യകൂന ഫി തവാഫിഹി ഖാരിജൻ ബിജമീഇ ബദനിഹി എന്ന് പറഞ്ഞിട്ട്, മുഴുവൻ ശരീരവും കാബക്ക് പുറത്തായിരിക്കേണ്ടതുണ്ട്. തവാഫ് ചെയ്യുന്നവൻ അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും കാബക്ക് വെളിയിലാകണം, കാബന്റെ ഉള്ളിലായ പറ്റൂല. എങ്ങനെ കാബന്റെ ഉള്ളിലാവുക? ഞാൻ പറഞ്ഞ ഈ റാ പോലുള്ള സ്ഥലം അത് കാബ ഷരീഫിന്റെ ഉള്ളിൽപ്പെട്ട സ്ഥലമാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, 6 മുഴം വരുന്ന ഈ ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ഈ സ്ഥലം അത് കാബയുടെ ഉൾഭാഗമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ച കാബ എന്ന ഭവനത്തിന്റെ തറ അത്രയും ഉണ്ടായിരുന്നു. മുശ്രിക്കുകൾ പിന്നീട് അവർക്ക് ഹലാലായ ശുദ്ധമായ പണത്തിന്റെ കുറവ് വന്നപ്പോ അത് ചുരുക്കി കളഞ്ഞതാണ്. തറയുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെ ഇങ്ങനെ കൈവച്ച് തവാഫ് ചെയ്യരുത്. അവിടെയെന്ന് മാത്രമല്ല, നമ്മുടെയൊക്കെ സാധാരണ വീട് പണിയുന്നത് പോലെ തന്നെ കാബ ഷരീഫിന്റെയും ഫൗണ്ടേഷൻ തറ, ആ തറയിൽ നിന്ന് 1 മുഴം ഉള്ളോട്ട് വലിഞ്ഞിട്ടാണ് കാബന്റെ ചുമര് കിടക്കുന്നത്. അതായത് തറ ഭാഗത്തുകൊണ്ട് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നു. അവിടേക്കും നല്ല സ്റ്റീൽ പ്ലേറ്റ് കൊണ്ട് മിനുക്കി നന്നായി വൃത്തിയാക്കി വെച്ചു, ശരിക്കും കാണും അത്. പക്ഷെ നമ്മൾ തവാഫ് ചെയ്യും കാബ ഷരീഫിനെ ഒട്ടുകൊണ്ടും തൊട്ടുമൊക്കെ ഇങ്ങനെ തവാഫ് ചെയ്യാൻ നടന്നാൽ അങ്ങനെ കുറെ ആളുകൾ നമുക്ക് കാണും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുകിൽ ഇവരല്ലാത്തവര്, അതല്ലെങ്കിൽ അവർ തവാഫിൽ ചെയ്യുന്ന ആളുകളായിരിക്കൂല, വേറെന്തോ ദ്വാരക്കാൻ വേണ്ടിയൊക്കെ അവിടെ വന്ന് നിൽക്കുന്ന ആളുകളാണ് മനസ്സിലാക്കുക. നമ്മൾ അതേ അവർ ചെയ്യുന്നത് പോലെ തൊട്ടടുത്തുകൂടെ ഉരുമ്പിക്കൊണ്ട് തവാഫ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിന്റെ കുറച്ച് ഭാഗം ആ ഷാദിറുവാൻ എന്നാണ് അറബിയിൽ അതിന് പറയുന്നത്, ആ തറയിൽ നിന്നിങ്ങനെ കിടക്കുന്ന ഭാഗം, ആ ഷാദിറുവാന്റെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഇടത്തെ കയ്യാടുണ്ടാവും, നമ്മുടെ തോളിന്റെ ഒരു ഭാഗം അവിടെ ആയിപ്പോവും. അതൊക്കെ ശ്രദ്ധിക്കാനാണ് പറയണത്. ഇത് വ്യക്തമായും പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഫൽയത്തഫൂ ബിൽ ബൈത്തിൽ അതീഖ് എന്ന ഖുർആൻ ഷരീഫിന്റെ ആയത്തിൽ നിന്നാണ് ഉലമാക്കൾ ഇത് പറയുന്നത്. ബിൽ ബൈത്തിൽ അതീഖ് എന്നാണ് പറയണത്. കാബയെ പ്രദക്ഷിണം ചെയ്യുക, കാബയിൽ പ്രദക്ഷിണമല്ല, ഫിൽ ബൈത്തല്ല ബിൽ ബൈത്താണ്.
അതുകൊണ്ട് ആ ബാ തന്നെ ഇത് അറിയിക്കുന്നുണ്ട്. ബിൽ ബൈത്തിൽ അതീഖ്, കാബ ഷരീഫിനെ പൂർണ്ണമായും നമ്മുടെ പുറത്തായിക്കൊണ്ട് തന്നെ തവാഫ് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ വാജിബുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വാജിബാണിത്. ഇങ്ങനെ നമ്മൾ റുക്ന് ഷമാലി വിട്ടുകടന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ രണ്ടിന്റെയും ഇടയിലാണ് ഹിജ്ർ, ഖലീലുല്ലാഹ് ഇബ്രാഹിം സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശം ഏറ്റിട്ടുള്ള ഒരു കല്ല് അവിടെ ഉള്ളത്, ഒരു ചില്ല് കൂട്ടിനകത്തുണ്ട്. ഈ കല്ല് അവിടെയും പാളി നോക്കുന്ന ആളുകളുണ്ടാവും. നമ്മളും അത്ഭുതം കാണാൻ വേണ്ടിയിട്ട് അവിടെ പാളി വെക്കാൻ നിൽക്കും. അവിടെ പാളി വെക്കുമ്പോൾ നമ്മുടെ ഈ ലൈനും തെറ്റും, നമ്മുടെ ഈ ഇടതുവശത്താക്കുക എന്നുള്ള ക്രമമൊക്കെ തെറ്റും. അതുകൊണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ഒരു കണ്ണോട് വേണമെങ്കിൽ ഇങ്ങനൊക്കെ നോക്കിയോട് പോകുക എന്നല്ലാതെ ഇങ്ങണ്ട് നമ്മൾ അയിമലൊന്നും ശ്രദ്ധ കൊടുക്കരുത്. അതൊക്കെ പിന്നീട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ പോലുള്ള ഈ സ്ഥലത്തിന്റെ ഹിജ്ർ ഇസ്മായിലിന്റെ മധ്യഭാഗത്ത് എത്തുമ്പോഴൊക്കെ ചില പ്രാർത്ഥനകൾ പറയാൻ പറയുന്നുണ്ട്. اللهم اظلني في ظلك يوم لا ظل الا ظلك واسقني بكأس نبيك محمد صلى الله عليه وسلم مشربا هنيئا لا أظلمه بعده أبدا. പ്രാർത്ഥനകളിൽ പല പ്രാർത്ഥനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ചൊല്ലിയ പ്രാർത്ഥനകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നിങ്ങൾക്ക് എഴുതി തരും. അല്ലാത്ത നിബിധങ്ങളിലോ ഹദീസിലൂടെ വാരിതാകാത്ത ചില പ്രാർത്ഥനകൾ ശുഭപ്രതീക്ഷയിൽ, ശുഭലക്ഷണം എന്ന നിലയിൽ ഓരോ സ്ഥാനത്തെയും അനുബന്ധമാക്കിക്കൊണ്ട് ചില ആളുകൾ പിൽക്കാലത്ത് സഹാബത്തിന്റെയോ താബിഈങ്ങളുടെയോ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാര് ചില പ്രാർത്ഥനകൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്ത് അനുസ്മരിച്ചുകൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ അതിൽപ്പെടുത്തിയാൽ മതി ഇതൊക്കെ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മൂന്നാമത്തെ റുക്നാണ്. ഈ മൂന്നാമത്തെ റുക്നിന് കോണറിനുള്ള മറ്റു കോണറുമായിട്ടുള്ള ഒരു വ്യത്യസ്തത എന്താ വെച്ചാൽ, ഈ മൂന്നാമത്തെ റുക്ന് സവിശേഷതകളിൽ ഒന്നുമില്ല എന്ന് പറയപ്പെടുന്നു. കാരണം തൊട്ടടുത്ത റുക്ന്, അതും കഴിഞ്ഞ് കുറച്ചപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ റുക്ന് യമാനിയാണ്. അതായത് ഹജറുൽ വസ്ത്. അത് കഴിഞ്ഞാൽ പിന്നെ റുക്ന് ഹജറുൽ വസ്തിലേക്ക് എത്തും. ഹജറുൽ വസ്തിന്റെ തൊട്ട് മുമ്പുള്ള റുക്ന് യമാനി എന്ന് പറയും. ഈ റുക്ന് യമാനിയിൽ ഹജറുൽ വസ്ത് ഒന്നുമില്ല. പക്ഷെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ കൊണ്ട് തൊട്ടിട്ട് കൈ മുത്തിയിട്ടുണ്ട്. വാഹനപ്പെട്ട തവാഫ് ചെയ്തു ഹജ്ജത്തുൽ വദായിൽ. കാരണം ആളുകൾക്ക് മൊത്തം കാണാൻ വേണ്ടി അമൽ. അപ്പോൾ പുറത്ത് നിന്നുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വടി ആ റുക്ന് യമാനിയിലേക്ക്, ആ വടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിച്ചതായി കാണാൻ സാധിക്കും. ഈ ഇസ്തിലാം. പക്ഷെ നമ്മൾ തിരക്കിന്റെ ഇടയിൽ ആ ഇസ്തിലാമ് ചെയ്യുമ്പോ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാവൂ. കൂട്ടമായിട്ട് നമുക്കും പറയാറുണ്ട്, തെറ്റിപ്പോകാറുണ്ട്. പടക്കം കാത്തിരിക്കുമാറാകട്ടെ. നമ്മൾ അവിടെ ഇസ്തിലാമിന് വേണ്ടി ശ്രദ്ധിക്കാൻ നോക്കും. തിരക്കാണെങ്കിൽ ഇസ്ലാമിന് വേണ്ടി ശ്രദ്ധിച്ചാൽ നമ്മളെ കൂട്ടമൊക്കെ തെറ്റും. നമ്മൾ കൂടെയുള്ള ആളുകളുമായിട്ട് ഈ റുക്ന് യമാനിയൊക്കെ കൊണ്ട് ഒന്ന് കൈതൊട്ട് ചുംബിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വലിയ പ്രയാസവും കൂട്ടമൊക്കെ തെറ്റിപ്പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരിക്കും നല്ലതാണ്. പിന്നൊരു സമയത്ത് പോയിട്ട് അതൊക്കെ ചെയ്യാം. അപ്പൊ അവിടെ അഥവാ ചുംബിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാബ ഷരീഫ് ഇടതുവശത്തായിരിക്കണം എന്നുള്ള ആ ഒരു ശ്രദ്ധ നന്നായി കൊടുക്കേണ്ടതുള്ളത് കൊണ്ട്, ഈ റുക്ന് യമാനി തൊടേണ്ടത് വലത്തെ കൈ കൊണ്ടാകണം എന്നുള്ള ഒരു അദബും ഉള്ളത് കൊണ്ട് നമ്മൾ നന്നായി കരുതേണ്ടതുണ്ട്. നമ്മൾ ആ ഒഴുക്കില് നമ്മളങ്ങോട്ട് ഒഴുകിപ്പോകാതെ ഉറച്ചു നിർത്തണം നമ്മളെ സ്റ്റെപ്പിനെ. എന്നിട്ട് കാബ ഷരീഫിന്റെ ആ റുക്ന് യമാനി എന്നുള്ള സ്ഥലത്ത് വലത്തെ കൈ കൊണ്ട് തൊട്ടിട്ട് കൈ ചുംബിക്കുക. എന്നിട്ട് ഒരു ഇഞ്ച് പോലും നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് ഗമിച്ചിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പിന്നീട് നമ്മൾ മുന്നോട്ട് നടക്കാൻ. ആ ഒഴുക്കിൽ തിക്കിലല്ല നമ്മൾ അങ്ങനെ നടന്നു പോരുത്. ഇത് ഈ രണ്ട് റുക്നിന്റെയും, റുക്ന് യമാനിയുടെയും റുക്ന് ഹജറുൽ അസ്വദിന്റെ റുക്നിന്റെയും ഇടയിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത്തരം പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചേ കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു തൗഫത്തായി, ഒരു തവാഫല്ല, ഒരു തൗഫത്ത്, ഒരു ചുറ്റൽ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹജറുൽ വസ്തിന്റെ നേരെ എത്തുമ്പോൾ ഹജറുൽ വസ്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മൾ നേരത്തെ ആവർത്തിച്ച പോലെ തന്നെ ആവർത്തിക്കുക. ഇവിടെ നിയ്യത്തൊന്നും പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ എല്ലാ തവാഫുകളും പൂർത്തിയാക്കുക. ഈ തവാഫുകൾ 7 പൂർത്തിയാക്കിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന മാർഗ രീതി, അതിനുശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. 2 റക്അത്ത്. ആ സുന്നത്ത് നിസ്കാരത്തിന്റെ നിയ്യത്ത് തവാഫിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. തവാഫിന്റെ
2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. തവാഫിന് വേണ്ടി 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ട്, സുന്നത്തുമാണത്, തവാഫിന്റെ വാജിബുകളിൽ പെട്ടതല്ല. ഈ സുന്നത്ത് നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലം പറയുന്നത് മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നാണ്. മഖാം ഇബ്രാഹിം കിടക്കുന്ന ആ സൈഡിൽ, അത് എവിടെയാകാം, ഏറ്റവും അഫ്ളൽ അതാണ്, ഏറ്റവും ശ്രേഷ്ഠമായത് എവിടുന്നും നിസ്കരിക്കാം. ആ നിസ്കാരാനന്തരം നിസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും 1-2 റക്അത്തുകളിൽ ഓതിക്കൊണ്ട് ലളിതമായൊരു നമസ്കാരം നിസ്കരിച്ചിട്ട് നിസ്കാരാനന്തരം പ്രാർത്ഥിക്കുക. കുറെ നേരം പ്രാർത്ഥിക്കുക, അധിക നേരം പ്രാർത്ഥിക്കാം. നമ്മൾ വലിയ കൂട്ടവും തോന്നില്ലാതെ ഒറ്റക്കാണ് ചെയ്യുന്നെങ്കിൽ പിന്നെ നേരെ ചെല്ലാവുന്നത് മുൽത്തസമാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ, കാബയുടെ കില്ല പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ചെല്ലുന്നവരായിരിക്കും. അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നുകൊണ്ട് നബിതങ്ങളുടെ പുണ്യ ശരീരത്തിന്റെ പള്ളറിന്റെ ഭാഗം പൂർണ്ണമരകളിലേക്ക് വിവസ്ത്രനായി പിടിച്ചു നിർത്തിക്കൊണ്ട് കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ അടിപൊളി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ നിസ്കാരാനന്തരം പ്രാർത്ഥിക്കുന്ന പോലെ 2 ഇങ്ങനെ മലർത്തി പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. കൈ കാബ ഷരീഫിന്റെ 2 കൈ കൊണ്ടും കാബ ഷരീഫിന്റെ ചുമരുകളിൽ പിടിച്ചുകൊണ്ട് നമ്മള് ഭയന്ന് വിറച്ചുകൊണ്ട് ഓടിച്ചെല്ലുന്ന ഒരു കുട്ടി ഒരു ഉമ്മയെ കാണുമ്പോൾ അള്ളിപ്പിടിക്കുന്നത് പോലുള്ള ഒരു പിടുത്തമാണ് കാബ ഷരീഫിന്റെ മുകളിൽ. അങ്ങനെ പിടിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുക. കരയാനുള്ളതൊക്കെ കരഞ്ഞു പറയുക അല്ലാഹുവിന് മുമ്പിൽ. ഇതിന് ഏറ്റവും നല്ല സന്ദർഭമാണ്. എന്നിട്ട് സംസം കുടിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം കിണറിന്റെ അടുത്തേക്ക് പോയി അവിടുന്ന് വെള്ളം കുടിച്ചു. വെള്ളം കുറെ തലയിൽ കോരി വെച്ചു. തബറുക്കിനുമാകാം, തണുപ്പിക്കാനാകാം, ആശ്വാസത്തിനാകാം. ഇതൊക്കെ ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളം കുടിച്ച് അങ്ങോട്ട് വയറിങ്ങോട്ട് തവല്ല എന്ന് പറയുന്നത്. നന്നായി തിന്നുന്ന ആടുകൾ 2 വയറും ഇങ്ങോട്ട് വീർക്കുന്നത് പോലെ കുടിക്കാനാ സംസമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരും അവരുടെ വിശ്വാസത്തിന്റെ ഈമാനിന്റെ ഖദർ അനുസരിച്ച് വെള്ളം കുടിക്കുന്നതാണ് സംസം ലിമാ ശുരിബ. വിശദമായി സംസമിനെ കുറിച്ച് ഇൻഷാ അല്ലാഹ് പോകുന്ന യാത്രയിൽ നമുക്ക് ക്ലാസ് ആണ്. ഇങ്ങനെ സംസം ആവശ്യത്തിന് ഇഷ്ടം പോലെ കുടിക്കുക. ഇത് കുടിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഉടനെ ചെയ്യാൻ പോകുന്ന ഒരു വലിയ അമല്, നമ്മൾ തവാഫിനേക്കാളും കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ് സഫാ മർവന്റെ ഇടയിലുള്ള ഓട്ടം. ആ ഓട്ടത്തിനൊരു താക്കത്തുകൂടിയായി ഒരു ആരോഗ്യം കിട്ടണം. അപ്പൊ അതുകൊണ്ട് ഈ സംസം വെള്ളവും ശേഷം പിന്നെ ചെയ്യേണ്ട കർമ്മം സഫാ മർവയുടെ മുകളിലേക്ക് പോയിട്ട് ചെല്ലുക എന്നുള്ളതാണ്. മർവയുടെ ഭാഗം, അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മർവയിലൂടെ അങ്ങോട്ട് കടന്നു പോകുമ്പോൾ ഈ ഹജറുൽ അസ്വദിനോട് അവസാനമായിട്ടും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദിന് മുമ്പിൽ ഒന്നും കൂടെ കാണിച്ചു കൊണ്ടുപോയി എന്ന വിധങ്ങളായ റിവായത്തുകളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഹജറുൽ അസ്വദ് കൊണ്ട് തുടങ്ങി ഹജറുൽ അസ്വദ് കൊണ്ട് അവസാനിച്ചു. ഇങ്ങനെ മർവയുടെ ഭാഗത്തേക്ക് ഈ ഹജറുൽ അസ്വദിന്റെ ആ റുക്ൻ, ആ ഭാഗത്തിലൂടെയാണ് അങ്ങോട്ട് കയറി ചെല്ലുന്നത്. നേരെ അവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സഫാ മലയുടെ മുകളിലെത്തും. സഫാ മലയുടെ മുകളിൽ നമ്മൾ കയറി ചെല്ലുന്ന നേരെ കിബിലയിലേക്ക് തിരിഞ്ഞാൽ കാബ ഷരീഫ് ഇങ്ങനെ കാണാൻ സാധിക്കും അവിടുന്ന്. ഇത് പക്ഷേ മർവ മലയുടെ മുകളിൽ നിന്ന് കാണൂല, മറയുണ്ട്. സഫാ മർവയുടെ മുകളിൽ നിന്നും കാബ ഷരീഫിലേക്ക് തിരിഞ്ഞു നിന്നാൽ കാബ ചുവരുകൾ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടും. ആ രീതിയിൽ കാബത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് എങ്കിലും നേരമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ അളവ് അങ്ങനെയായിരുന്നു. കുറെ നേരം അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. ഒരു 4 റക്അത്ത് നമസ്കരിക്കാൻ എടുക്കുന്ന സമയമെങ്കിലും എടുത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന. സഫാ മലയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വളരെ ഉത്തരം കിട്ടുന്ന ഒരു സമയമാണ് അവിടെ. കാബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത വയതമർ ഫലാ ജുനാഹ അലൈഹി യതവഫ ബിഹിമാ വമൻ തതവ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഈ തങ്ങൾ ഇവിടെ ഓതി എന്നിട്ട് ചില പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. ആ പ്രാർത്ഥനകളൊക്കെ ഇൻഷാ അല്ലാഹ് കാണും. ആ പ്രാർത്ഥന നോക്കി ചെല്ലാവുന്നൊക്കെ നോക്കി എന്നെ ചെല്ലുക. സാധാരണക്കാർ ആൾ കാണുന്നത് ഒരാളങ്ങനെ കൊടുക്കുക, ബാക്കിയുള്ളവരങ്ങനെ ചെല്ലുക, എന്നൊരു ശബ്ദ മുഖരിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതൊക്കെ ഒഴിവാക്കുന്നു. അതിനേക്കാളും നന്നുമെന്ന് കിതാബുൽ മനാസിക്കിൽ പറയുന്നുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ
ചെല്ലി മറ്റുള്ള ആമീൻ പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. അല്ലാതെ ഇങ്ങനെ ഈ ഇന്തോനേഷ്യക്കാരും മറ്റൊക്കെ ചെല്ലുന്നത് പോലെ, അല്ലെങ്കിൽ ഇറാനികളൊക്കെ ചെല്ലുന്നത് പോലെ ഒരുത്തനെ ഒച്ച ചെല്ലുന്നത് ബാക്കിയുള്ളവർ ഇങ്ങനെ ഏറ്റു പറയുക, ഇങ്ങനെ ഒരു ചിന്താവാദം കളിക്കുന്ന ഒരു ശൈലിയിലേക്ക് ആയി പോകരുത്. അതല്ല നല്ലത്. പകരം നമ്മൾ ഓരോരുത്തരും എഴുതിയത് വായിക്കാൻ നോക്കുക, പഠിക്കാൻ നോക്കുക. അങ്ങനെ എഴുതിയതെങ്കിലും ചൊല്ലി പഠിക്കുന്ന വാരിതായ ദുആകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന പറയുന്നുണ്ട്. വളരെ സാരസമ്പൂർണമായ പ്രാർത്ഥനയാണ്. എന്നിട്ട് ആദം നബി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നുമുണ്ട്, ഈ പ്രാർത്ഥന നീയും നിന്റെ സന്താനങ്ങളിൽ നിന്നും ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ ആവശ്യം ഞാൻ നിർവഹിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. പക്ഷെ അത് നമുക്ക് അത് ഏൽപ്പിച്ചു തരാം. ഇങ്ങനെ അവിടെ നിന്ന് കുറെ നേരം പ്രാർത്ഥിച്ചതിന് ശേഷം സായി തുടങ്ങും. സായിയോടുകൂടി നമുക്ക് വളരെ ലളിതമാണ് കർമ്മങ്ങൾ. കാരണം അവിടെ നിസ്കാരത്തെ പോലുള്ള നിബന്ധനകളില്ല, വുളു വേണമെന്നില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ അശുദ്ധിക്കാരായതിനോടുകൂടിയും അവർക്ക് എന്ത് ചെയ്യാം, സായി ചെയ്യാം. അവിടെ വുളു അശുദ്ധമാകുക അല്ലെങ്കിൽ ഔറത്ത് കുറച്ച് വെളിവായി പോയി എന്ന് വിചാരിച്ചിട്ട് ഒന്നും അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ മറിച്ച് ഇവിടെ അതൊക്കെ വിഷയമായിരുന്നു. നിസ്കാരത്തിന്റെ എല്ലാ വിധികളുമുണ്ട്. അത്യാവശ്യത്തിന് എന്തെങ്കിലും സംസാരിക്കുക എന്നല്ലാതെ സംസാരം പോലും മറ്റും അതും ഇതും സംസാരങ്ങൾ പോലും പാടില്ലാത്ത സംഗതിയാണ് തവാഫ് എന്നത്. ഞാനത് പറയാൻ കാരണം കുറെ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും എന്നിട്ട് വീഡിയോ പകർത്താനും ഒക്കെയുള്ള ശ്രമിക്കുന്നത് കാണുമ്പോഴാണ് ഒരു വിഡ്ഢിത്തരം തോന്നുന്നത്. നമ്മൾ നമസ്കാരത്തെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് തവാഫ്. അവിടെ മറ്റു കാര്യങ്ങൾക്കല്ല മുൻഗണന കൊടുക്കേണ്ടത്. സായിയിൽ ഈ നിബന്ധനകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ ലളിതമാണ്. സായി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ഓട്ടം എന്നാണ്. അതില് സഫാ മർവയുടെ മലമുകളിൽ തന്നെ കയറുന്ന നിർബന്ധമൊന്നുമില്ല. ആ മലയുടെ അതിർത്തി തുടങ്ങുന്ന അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തുടങ്ങിയാൽ മതി. പക്ഷെ കയറുന്നത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതും എങ്ങനെയാണ്? 7 വട്ടമാണ്. എങ്ങനെയാണ് 7? സഫയിൽ നിന്നും മർവ മല വരെ എത്തുമ്പോൾ ഒരു തവണയായി, ആ മലയിൽ നിന്നും തിരിച്ച് സഫയിലേക്ക് തന്നെ എത്തുമ്പോ രണ്ടാമത്തെ പ്രാവശ്യമായി. അല്ലാതെ ഒരു റൗണ്ട് സഫ കാബ ചുറ്റുന്നവർ ഒരു ചുറ്റൽ ചുറ്റുമ്പോൾ ഒന്നല്ല. സഫ മുതൽ മറവ വരെ എത്തുമ്പോൾ ഒന്ന്, മറവ മുതൽ സഫ വരെ എത്തുമ്പോൾ മറ്റൊന്ന്, വീണ്ടും സഫയിൽ നിന്ന് മറവയിലേക്ക് 3, ഇങ്ങനെ അവസാനിക്കപ്പെടുമ്പോൾ 7ാമത്തെ എത്തുമ്പോൾ നമ്മൾ മറവയുടെ മുകളിലെത്തും. ഇങ്ങനെയാണ് രീതി. ഇവയിൽ ഈ സഫാ മർവക്കിടയിൽ പ്രത്യേകം ആളുകൾ ഓടുന്ന മീനയിനിൽ അഖ്ലറൈൻ എന്ന് പറയുന്ന 2 പച്ച തൂണുകൾ എന്ന് പറഞ്ഞ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പണ്ട് മക്കയിൽ താമസിച്ചിരുന്ന ആ വീടിന്റെ അതിരാണ്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ വീടുണ്ടായിരുന്നു അവിടെ. ആ വീടിന്റെ അവിടെ അങ്ങോട്ട് ഒരു പരിധി വരെ കൊണ്ട് 2 പച്ച തൂണുകൾ അടിയിലും മുകളിലും ഒക്കെ സൈ ചെയ്യുന്ന മസ്ആകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പച്ച ലൈറ്റ് കാണാം. ഈ രണ്ടിന്റെയും ഇടയില് പുരായ ആളുകള് ഏത് നോക്കാതെ ഓടുക, സാധാരണ നടത്തത്തെക്കാളൊന്ന് സ്പീഡിൽ ഓടുക. ഈ ഓട്ടം പറഞ്ഞത് നമ്മള് റത്ത് എന്ന് പറഞ്ഞ നടത്തം പറഞ്ഞില്ലല്ലോ, ഞാൻ അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. തവാഫിന്റെ ഇടയിൽ ആദ്യത്തെ 3 ഷൗത്തുകൾ, ആദ്യത്തെ 3 ചവിട്ടുകൾ ഒരു സ്കൗട്ട് ചവിട്ട് പോലെ ഒന്ന് സ്പീഡിൽ വേഗത്തിൽ ചവിട്ടാൻ സ്ഥലമുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റെപ്പുകളായിട്ട് ചവിട്ടടികൾ വെച്ചുകൊണ്ടുള്ള റംല് നടത്തുന്ന നടത്തം സുന്നത്തായി പറയുന്നുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രകടനമാണ്. ഈ റംലിനേക്കാൾ വേഗതയിൽ സഫാ മർവക്കിടയിൽ ഓടേണ്ട ഒരു അതിരാണ് ഈ 2 പച്ചത്തൂണുകൾ. അത് സുന്നത്താണ്. ഇത് പുരുഷന്മാർക്കും സുന്നത്താണ്, സ്ത്രീകൾക്ക് പക്ഷേ ഒഴിഞ്ഞ അന്യ ആണുങ്ങളും മറ്റൊന്നും ഇല്ലാത്ത മേഖല സമയമാണ്, രാത്രി പോലുള്ള സമയമാണെങ്കിൽ കൂടുതൽ ആളുകളൊന്നും ശ്രദ്ധിക്കാനൊന്നും ഇല്ലെങ്കിൽ മാത്രമേ സ്ത്രീകൾ അവിടെ ഓടേണ്ടതുള്ളൂ എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് ഓടാം, ഓടൊക്കെ ചെയ്യാം, പക്ഷെ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വല്ലാതെ തിക്കും തിരക്കൊക്കെ ഉള്ള നല്ല ആളുകളൊക്കെ ഉള്ളിടത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീര പ്രകടനങ്ങളൊക്കെ വെളിവാകുന്ന അവസ്ഥയിലുള്ള ഒരു ഓട്ടമൊന്നും നല്ലതല്ല. അതുകൊണ്ട് ഒഴിവുള്ള മേഖല സമയമാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച്. അപ്പൊ ഇവിടെ ഒന്ന് അഭിനയത്തിൽ ഓടുക. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പച്ചത്തൂണ് ഏകദേശം ഒരു 100 മീറ്ററോളേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ തന്നെ സാധാ നടത്തം നടന്ന് മർവയുടെ മുകളിലെത്തും. മർവ മലയുടെ മുകളിൽ കയറിയിട്ടും സഫാ മർവയുടെ മുകളിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ കുറച്ച് സമയം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അവിടെയും ഖിബലയുടെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുക. കാബ ശരീഫ് നമ്മുടെ മുമ്പിൽ കാണൂല, എന്നാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വന്നുകൊണ്ട് കുറച്ച് പ്രാർത്ഥന നടത്തിയിട്ട് ഇങ്ങനെ ഓരോ പ്രാർത്ഥനയ്ക്കും കുറച്ച് സമയം എടുത്തുകൊണ്ട് പ്രാർത്ഥിച്ച്
അങ്ങനെ നമ്മൾ വേഗം കഴിച്ചിലാക്കാതെ നോക്കുക, ക്ഷീണിക്കൂല്ല. അപ്പൊ അങ്ങനെ സാവകാശം. ഇതേ രീതിയിൽ മറവയിലേക്ക് വീണ്ടും പോകുമ്പോഴും അങ്ങനെ തന്നെ ഓടേണ്ട സ്ഥലത്തെത്തുമ്പോൾ ഓടുക, ഇങ്ങനെ കറങ്ങി വരിക. അവസാനം നമ്മൾ ഇഹ്റാം, തവാഫ്, സായി, ഈ ഓട്ടത്തിന്റെ ഇവിടെ നമ്മൾ പൂണൂൽ വേഷമോ മറ്റൊന്നും വേണ്ടട്ടോ. കാരണം തവാഫിന്റെ അവസ്ഥയിൽ നമ്മുടെ വേഷം എങ്ങനെയായിരുന്നു അതന്നെ മുറുകെ പിടിച്ച് ഈ വേഷമൊന്നും തെറ്റാതെ കൊണ്ടിടക്കുന്ന ആളുകളുണ്ട്. അത് ഈ തവാഫിൽ മാത്രമേ ഈ സുന്നത്തുള്ളൂ. ഈ വേഷത്തിൽ ഇങ്ങനെ കക്ഷം വെളിയിലാക്കുക എന്നുള്ള സംഗതി ഇവിടെ അത് സുന്നത്തൊന്നുമില്ല. അതുകൊണ്ട് സാധാരണ രീതിയിൽ പോച്ചാൽ മതി. അതിനുശേഷം മർവാ മലയുടെ മുകളിലെത്തിയതിനു ശേഷമാണ് തഹല്ലുലായിത്തീരുന്നത്. തഹല്ലുലാകുന്ന എപ്പോഴാണ്? നമ്മൾ മുടി വെട്ടുന്നതോടുകൂടിയാണ്. മുടി വെട്ടാൻ നമ്മളൊരു മണിക്കൂർ വഴുകി, എന്നാൽ അതുവരെ കാത്തിരിക്കണം. നമ്മൾ ഈ സഫാ മറവയുടെ ഇടയിൽ ഓട്ടം കൂടെ കഴിഞ്ഞാൽ ഉംറയൊക്കെ കഴിഞ്ഞ് സമാധാനിച്ചിട്ട് നമ്മൾ അതുവരെ നിഷിദ്ധമായ ഹറാമായ സംഗതികൾ ചെയ്യാൻ പോകരുത്. കാരണം ഇവിടെ നമുക്ക് ഇഹ്റാമിൽ നിന്ന് വിരാമമാകുന്നത് മുടി കളയുന്നതിനോട് കൂടിയാണ്. അത് നമ്മൾ ഏതെങ്കിലും ബാർബർ ഷോപ്പ് പോയിട്ട് കളയുകയോ സ്ത്രീകൾ അവരുടെ റൂമുകളിൽ പോയിട്ട് മുടിയുടെ അഗ്രം പിടിച്ചുകൊണ്ട് വെട്ടുകയോ ഒക്കെ ചെയ്യുന്നതോട് കൂടിയാണ് തഹല്ലുൽ ആയി വരുന്നത്, തഹല്ലുൽ ഉണ്ടായിത്തീരുന്നത്. പിന്നെ കുട്ടികളുള്ള ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് തമ്മീസ്, വകതിരിവെത്തിയ കുട്ടികൾ, ഒരു 7 വയസ്സിന്റെ അപ്പുറമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ കൊണ്ട് ഇതിനൊക്കെ ചെല്ലിക്കുക. ഇഹ്റാമിന്റെ നിയ്യത്ത് വേഷവും ഇതൊക്കെ കുളിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഈ സ്വയം കൃത്യങ്ങൾ ചെയ്യാവുന്ന ഒരു പരിത്താത്ത വകതിരി കുട്ടികൾ, അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ ചെയ്യുക. പക്ഷെ അവർക്ക് ആൺകുട്ടികളാണ് ഒഴിവാക്കേണ്ട വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കിയൊക്കെ മാറ്റുകയൊക്കെ ചെയ്യുക. നമ്മൾ തവാഫ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി നമ്മളും നിയ്യത്ത് ചെയ്യുക. ചില പണ്ഡിതന്മാര് നമ്മളുടെ തവാഫ് പൂർത്തിയാക്കാത്ത ഒരാളാണെങ്കിൽ മറ്റൊരാളെ വഹിച്ചുകൊണ്ട് പോയാൽ ആ വഹിക്കുന്നവന്റെ തവാഫ് ആവൂല എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമുണ്ടെങ്കിലും മറ്റു പല മദ്ഹബിന്റെയും ഉലമാക്കൾ നമ്മളുടെ തവാഫിന്റെ സമയമായിട്ടുണ്ട്, നമ്മളത് പൂർത്തിയാക്കിയില്ല, എന്നാൽ നമ്മുടെ തവാഫും നമ്മുടെ മുകളിൽ ചുമലിൽ വഹിച്ചുകൊണ്ട് പോകുന്ന കുട്ടിയുടെ തവാഫും ഒക്കെ ഒരൊറ്റ തവണയുടെ തവാഫിലൂടെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു ഒക്കെ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഒരിക്കൽ കറങ്ങിയതിനു ശേഷം പിന്നെ കുട്ടിക്ക് വേണ്ടി നമ്മൾ പിന്നൊരു കറക്കം കറങ്ങൊക്കെ പറഞ്ഞാൽ. അതുകൊണ്ട് അത്തരം ലളിതമായ അഭിപ്രായങ്ങൾ പറഞ്ഞ പണ്ഡിതന്മാർ സ്വീകരിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് ഉംറയുടെ രൂപം. അപ്പൊ തവാഫിന്റെ വാജിബുകൾ നമ്മൾ ഇവിടുന്ന് പറഞ്ഞു. സായിന്റെ വാജിബുകൾ, തവാഫിന്റെ വാജിബുകൾ ഞാൻ എണ്ണി പറഞ്ഞിരുന്നു. തവാഫിൽ നിർബന്ധമായ സംഗതി എന്തൊക്കെയാണ്? സായി, സഫാ മർവക്കിടയിൽ നിർബന്ധമായ സായി, ആ സായിയിൽ 4 വാജിബുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിന്റെ മുഴുവൻ ദൂരവും വിട്ടുകിടക്കുക എന്നുള്ളത് തന്നെ. കുറച്ചങ്ങ് അറ്റം വരെ പോയിട്ട് 1 മീറ്ററും കൂടെ അങ്ങോട്ട് കിടക്കാണ്ടായിരുന്നു, അവിടെ നിന്ന് കിടന്നെ തിരിച്ചറിഞ്ഞു. കാരണം ബാക്കിയുള്ളവരൊക്കെ പോരുന്ന കണ്ടപ്പോ ചില കുട്ടികളൊക്കെ ചെയ്യത് നമ്മളങ്ങോട്ട് പോയി ഉമ്മി വാപ്പി ഇങ്ങോട്ട് വരുന്നതാണ്, ഓനതിരെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ചെയ്യരുത്. ഒരടി പോലും അവശേഷിക്കാത്ത രീതിയിൽ മുഴുവൻ സ്ഥലവും നമ്മൾ നടക്കേണ്ട സ്ഥലം നടക്കുക തന്നെ വേണം. അതിന്റെ അതിർത്തി വരെയും നടക്കുക എന്നുള്ളത്. 2 തർത്തീബാണ്. തർത്തീബ് എങ്ങനെയാണ്? സഫയിൽ നിന്ന് തുടങ്ങേണ്ടത് അവിടെ നിന്ന് തന്നെ തുടങ്ങണം. അല്ല മറവ പോയിട്ട് അവിടെ നിന്ന് തുടങ്ങിയാൽ പോരാ. മറവയിൽ നിന്നാണ് അയാളുടെ തുടക്കമെങ്കിൽ അയാൾ മറവ മുതൽ സഫ വരെ നടന്നത് നിഷ്ഫലമാണ്, കണക്കാക്കപ്പെടൂല. പിന്നെ സഫയിൽ നിന്ന് വേറെ തുടങ്ങണം. ഇതാണ് അതിന്റെ തർത്തീബ്. അപ്പൊ അത് ഒന്നാമത്തത് സഫയിൽ നിന്ന് തുടങ്ങുക, രണ്ടാമത്തത് മറവയിൽ നിന്ന് തുടങ്ങുക. അപ്പൊ ഇടയ്ക്ക് ചിലപ്പോൾ നിസ്കാരത്തിന്റെ സമയം ഉണ്ടാവും. ഇത് തവാഫിലും സംഭവിക്കും, സൈയിലും സംഭവിക്കാറുണ്ട്. ഫർദ് നിസ്കാരങ്ങളൊക്കെ നടക്കും. ഫർദ് നിസ്കാരം തവാഫൊക്കെ നിർത്തിവെക്കേണ്ടി വരും. നിർത്തിവെച്ചിട്ട് ഇനി തുടക്കം മുതലേ തന്നെ തുടങ്ങേണ്ട. നമ്മൾ 5 തവാഫ് കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ 2 സഫാ മറവയുടെയുള്ള ഓട്ടം കുറച്ച് പകുതിയായതിനു ശേഷമാണ് നിസ്കാരം നടക്കുന്നത്. നമ്മളവിടെ നിർത്തിവെക്കുക, എന്നിട്ട് അവിടെ നിസ്കരിക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മൾ എത്തി നിൽക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പൂർത്തിയാക്കിയാൽ മതി. ഒരു പുനരാരംഭം തന്നിട്ട് ആദ്യം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെയും നമ്മൾ തർത്തീബ് ശ്രദ്ധിക്കാവുന്നതാണ്, തർത്തീബിന്റെ സംഗതി. പിന്നെ അവിടെ ഇടവും പോയിട്ട് വേറെ ഇടയ്ക്ക് പോയി ഒതുവ് മുറിഞ്ഞപ്പോൾ ഒതുവ് എടുക്കാൻ വേണ്ടി പോയി തവാഫിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികൾ മൂത്രമൊഴിച്ച സമയത്ത് അവരെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി പോയി. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു പുനരാരംഭത്തിന്റെ ആവശ്യമൊന്നുമില്ല. എവിടെ നിന്നാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി പൂർത്തിയാക്കിയാൽ മതി.
അപ്പൊ അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ അതാണ്. മൂന്നാമത്തത് 7 മറകൾ 7 പ്രാവശ്യം പൂർത്തിയാക്കുക. മൂന്നാമത്തത് 7 തവണയുള്ള ഈ 7 പ്രാവശ്യമായെങ്കിൽ കണക്കാക്കപ്പെടുള്ളൂ. നാലാമത്തെ ഇവിടെയാണ് നന്നായി ചെയ്യേണ്ട വിഷയം. തവാഫിൻ സഹീഹിൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സായി ഒരു തവാഫിന് ശേഷമായിരിക്കണം എന്നുള്ളതാണ്. ഒരു സഹീഹായ തവാഫിന് ശേഷമേ സായി ഉള്ളൂ. ഇതിലൂടെ നമുക്ക് പല ഇൽമുകളും കിട്ടും. ഒന്ന്, സായി എന്ന് പറയുന്ന ഈ സംഗതി, സഫാ മർവ എന്ന മലക്കിടയിലുള്ള ഓട്ടം സ്വയം ഒരു സുന്നത്തല്ല. തവാഫോ സ്വയം സുന്നത്താണ്, എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പക്ഷെ സായി അങ്ങനല്ല. ഏതൊരു സായിയും നമുക്ക് ചെയ്യണമെങ്കിൽ അതിനു മുന്നേ ഒരു തവാഫ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഫർലായ തവാഫ്, അല്ലെങ്കിൽ സുന്നത്തായ തവാഫ്. ഹജ്ജിലാകുമ്പോൾ അനവധി സുന്നത്തായ തവാഫ് ഉണ്ട്. വന്നു കയറുമ്പോൾ തന്നെ ഖുദൂമിന്റെ തവാഫ് സുന്നത്താണ്. ആ മക്കയിൽ എത്തിയതിന്റെ പേരിലുള്ള തവാഫ് സുന്നത്താണ്. ഈ സുന്നത്തായ തവാഫ് നടത്തിയ ഉടനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഹജ്ജിൽ ഫർളായ സായി ചെയ്തു വെക്കാം. ഇത് ചെയ്തിട്ടുള്ള സുഗന്ധ പിന്നെ പെരുന്നാളിന് അന്ന് കല്ലേറൊക്കെ കഴിഞ്ഞ് നമ്മൾ മക്കയിലേക്ക് വരുമ്പോ ആ തിരക്കിന്റെ ഇടയിൽ പിന്നെ തവാഫ് ചെയ്യാൻ പോകണ്ട, ഈ സായി ചെയ്യാൻ വേണ്ടി പോകണ്ടില്ല, മുൻകൂറായിട്ട് ചെയ്തു വെക്കാം. പക്ഷെ ചെയ്യണമെങ്കിൽ ഒറ്റക്ക് പോയിട്ട് എന്നാ നിങ്ങളൊക്കെ തവാഫും സയ്യും ചെയ്തടാ, ഞാൻ എന്നോട് പറയാന് ഞാൻ തവാഫ് മാത്രം ചെയ്ത് എന്നാ ഞാനും പോയിട്ട് ഞാൻ സായി ചെയ്ത് വരട്ടെ എന്ന് പറയാൻ പറ്റും. അതായത് തവാഫിന് ശേഷമായിരിക്കണം സായി. സായി സ്വന്തമായില്ല. ഒരു വാജിബോ സുന്നത്തോ ആയ തവാഫിന് ശേഷമേ സായി ഉള്ളൂ. ഒന്നുകിൽ ഖുദൂമിന്റെ തവാഫിന് ശേഷമാകാം, അതല്ലെങ്കിൽ ഇഫാളയുടെ തവാഫ് എന്ന് പറയുന്ന ഫർലായ തവാഫ്, അറഫായുടെ വഖൂഫിന് ശേഷമാണ് തവാഫ് ഫർലായ തവാഫിന് ശേഷമാകാം, അതല്ലെങ്കിൽ ഉംറയിൽ നമ്മൾ നിർവഹിക്കുന്ന ഫർലായ തവാഫിന് ശേഷമാകാം. ഇങ്ങനെ ഒരു സഹിഹായ തവാഫിന് ശേഷമേ സൈ പാടുള്ളൂ. അങ്ങനെ സൈനെ കണക്കാക്കപ്പെടുകയുള്ളൂ. ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒറ്റക്ക് നിർവഹിക്കപ്പെടുന്ന സൈ ഇല്ല. അപ്പൊ ഇങ്ങനെ ഒരു സഹിഹായ തവാഫിന് ശേഷം ആയിരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇത് വിദായിന്റെ തവാഫിന് ശേഷം ആയിക്കൂടട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിട വാങ്ങണ തവാഫ് ഉണ്ടല്ലോ, നമ്മൾ മക്കയിൽ നിന്നും യാത്ര തിരിച്ച് നാട്ടിലേക്ക് പോരുന്ന സമയത്ത് പെട്ടികളെ കെട്ടിവെച്ച് എല്ലാം ഒരുങ്ങി അവസാനത്തെ കർമ്മം കാബയുടെ തവാഫിൽ നിന്നും കാബയിൽ നിന്നുമായിരിക്കണം വിരാമം എന്ന് പറയുന്നത്. ഇതാണ് വിദായിന്റെ തവാഫ്. ഇത് ഹജ്ജിൽ വാജിബാണ്, ഉംറയിൽ സുന്നത്താണ്. ഹജ്ജിലാണെങ്കിലും ഹൈലുകാരികളായ സ്ത്രീകൾക്ക് ഈ വാജിബിൽ നിന്നും ഇളവ് നൽകപ്പെട്ടിട്ടുണ്ട്. അവർക്കത് വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഈ വിദായിന്റെ തവാഫ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പോയി സയ്യൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കാബയുടെ അവസാനത്തെ കർമ്മമാകേണ്ടതുണ്ട് തവാഫ്. പിന്നെ അതിനുശേഷം പിന്നെ സയ്യും കൂടെ ചെയ്യാൻ പോയാൽ അവസാനത്തെ കർമ്മം സയ്യായി പോയില്ലേ. അപ്പൊ കാബയുടെ തവാഫിൽ നിന്നായിരിക്കണം വിരാമം നമ്മൾ എന്നിട്ട് യാത്രയാകുന്നത്. ഇങ്ങനെ 4 ഫർളുകളാണ്, 4 വാജിബാത്തുകളാണ് സയ്യിനുള്ളത്. സഫാ മർവക്കിടയിലുള്ള ഓട്ടത്തിനുള്ള വാജിബാത്തുകളാണിത്. അപ്പൊ അവക്കിടയിൽ ഉളു മുറിഞ്ഞു പോയാൽ നമ്മൾ വിഷയാക്കേണ്ട ആവശ്യമില്ല, രണ്ടാമത് ഉളു എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതോ വലുതോ ആയ അശുദ്ധികളിൽ സംഭവിച്ചു പോയാലും പ്രയാസമില്ല. തവാഫ് അങ്ങോട്ട് ചെയ്തപ്പോഴേക്കും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാക്കപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിലക്കും ബേജാറാകേണ്ട ആവശ്യം, പിന്നെ പോയി സൈ ചെയ്യാവുന്നതാണ്. തവാഫിന്റെയും സൈന്റെയും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ടാകാം? അതിൻ്റെ ഇടയിൽ മുവാലാത്തുള്ളൂ, തുടർച്ചയായി ചെയ്യൽ, ഒന്നൊന്നിനോട് ഗ്യാപ്പ് ഇല്ലാതെ വലിയ കാലതാമസം ഇല്ലാതെ ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. വലിയ താമസമൊന്നും ഇല്ലാതെ ചെയ്യാൻ എന്ന് മാത്രമല്ല, തവാഫിന്റെ വ്യത്യസ്തമായ ചുറ്റലുകൾക്കിടയിലും ഇത് സുന്നത്താണ്. ഒരാൾ 4 തവാഫ് 4 ചുറ്റൽ നടത്തിയ തവാഫ്, അതേപോലെ 2 സഫാ മർവക്കിടയിൽ 2 പ്രാവശ്യം ആണ്ടും കൊണ്ട് ഓടി, ഒന്ന് കുഴങ്ങി, അല്ലെങ്കിൽ നിസ്കരിച്ചു, അല്ലെ പോയി വെള്ളം കുടിച്ചു വന്നു, അല്ലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലൊക്കെ പോയി, പിന്നെയാണ് ബാക്കി പൂർത്തിയാക്കുന്നത്. ആകാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു തുടർച്ചയായി ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത് അതാണ്
ഇവക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാകാം. തവാഫിന്റെയും സൈന്റെയും ഇടയിലും അതേപോലെ തന്നെ ഈ സമയം ദീർഘിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് തെറ്റൊന്നുമില്ല. സംഗതി സാധുവാകും, സഹിയാകും, യാതൊരു തെറ്റുമില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഹുക്കുമുകൾ ഉള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തഹാറത്ത്, ശുദ്ധി സുന്നത്താണ്. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും ശുദ്ധിയായിരിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരു വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബേജാറൊന്നുമില്ല. കാരണം 6-7 ദിവസം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്, സമയമുള്ളതുകൊണ്ട്. ഇഹ്റാം കിട്ടി ഹറമിലേക്ക് എത്തിയപ്പോൾ തന്നെ പ്രയാസം കണ്ടു. എന്നാൽ അവർക്ക് കാത്തിരിക്കാം, അവസാനം വരെ കാത്തിരിക്കാം. തവാഫ് ചെയ്യാതെയും കണ്ട് മാറി നിൽക്കുക. ആളുകളെല്ലാം തിരിച്ചു പോരാനുള്ള സമയമായി പോയി, ഇതുവരെയും ഒരു ശുദ്ധി കാണുന്നില്ല എന്നുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ, ഷാഫിഹി മദ്ഹബിന്റെ പണ്ഡിതന്മാർ പോലും പറഞ്ഞിട്ടുള്ളത്, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഇമാം അഹ്മദ് ബിൻ മാലിക്കിന്റെ, അഹ്മദ് റളിയല്ലാഹു തആല ഹംബലി മദ്ഹബിന്റെ പണ്ഡിതനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒക്കെ ഒരഭിപ്രായവും അനുസരിച്ചുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ബിഗൈരി തഹാറത്ത്, ശുദ്ധി ഇല്ലാതെ തന്നെ അവർക്ക് തവാഫ് ചെയ്യാം എന്നുള്ളതാണ്. വേറെ ചില പണ്ഡിതന്മാരെ പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവരിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് സ്ത്രീകളുടെ വുളു പോലുള്ള സംഗതിക്കാണെങ്കിൽ ഒരു ആട് നറുത്തു കൊടുക്കണം. അതല്ല ഈ ആർത്തവത്തിന്റെ പേരിലാണെങ്കിൽ ഒരു ഒട്ടകത്തെയും ദമായി കൊടുക്കണം എന്ന് അവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. വളരെ ഗത്യന്തരമുള്ള സന്ദർഭങ്ങളിൽ ഒരു നിലക്കും സാധ്യമല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതും ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ 5-6 ദിവസമൊക്കെ സമയമെടുത്തുകൊണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ബേജാറേണ്ട ആവശ്യമൊന്നുമില്ല. അതോടൊപ്പം തന്നെ ഇത് നിർത്തലാക്കാനുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, ഗുളിക ഉപയോഗിച്ചുകൊണ്ടൊക്കെ നിർത്തലാക്കണമെങ്കിൽ അങ്ങനെയും ആകാവുന്നതാണ്. തെറ്റൊന്നുള്ള സംഗതിയൊന്നുമില്ല. എന്നിട്ട് തവാഫ് ചെയ്യാൻ വേണ്ടി പോകുന്നതിലും യാതൊരു കുഴപ്പമില്ല. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. ഈ വിഷയത്തിൽ നമ്മൾ വല്ലാതെ ബേജാറേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കിയ രീതി അനുസരിച്ച് ഇൽമനുസരിച്ച് അമലിനെയും അല്ലാഹു തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഖബൂലായ ഉംറ നിർവഹിച്ച് സിയാറത്ത് നമുക്ക് വരാൻ അല്ലാഹു തആല തൗഫീഖ്. സിയാറത്തിന്റെ ആദാബുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറയാൻ അവസരവും തൗഫീഖും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅ്വാനാ അസ്സലാമു